ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ CV ഒക്കെ മാറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വേറൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. അതായത് ഭാവിയിൽ ഇനി സ്റ്റുഡൻസ് ഏതൊക്കെ കോഴ്സുകൾ പഠിച്ചാലാണ് അവർക്ക് ജോലി സാധ്യത ഉള്ളതെന്ന് നമുക്കിവിടെ നോക്കാം. നേരത്തെ മുതൽ തന്നെ എല്ലാവരും IT ഫീൽഡ് ഇഷ്ടപ്പെടുന്നവരാണ്. ഭാവിയിലും IT ഫീൽഡിന് സ്കോപ്പുണ്ട്. ഇനിയിപ്പോൾ IT ഫീൽഡിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ എന്തെല്ലാം കോഴ്സുകളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കിവിടെ നോക്കാം. അതായത് പെട്ടെന്ന് IT ഫീൽഡിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഴയകാലത്തെ പോലെ തന്നെ എന്നും പെട്ടെന്ന് ജോലി കിട്ടാവുന്ന അല്ലെങ്കിൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇത് മൂന്നും പവർഫുൾ ആയിട്ടുള്ള ഫീൽഡാണ്. ഭാവിയിൽ ജോലി സാധ്യത കൂടുതൽ ഉള്ള കോഴ്സുകളാണ് ഇവ. അപ്പോൾ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിന് കുട്ടികൾ ചേരാനായിട്ട് നോക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഇക്കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. IT ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ എന്തൊക്കെയാണ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. അടുത്തത് ഡാറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്. ഇതിൽ പവർഫുൾ ആയിട്ടുള്ള ചില കോഴ്സുകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്. ഈ ലെവലിലുള്ള ജോബ്സ് ആണ് ഡാറ്റ എഞ്ചിനീയർ, ഡാറ്റ സയൻറ്റിസ്റ്റ് ആൻഡ് AI എഞ്ചിനീയർ. ഈ ലെവലിൽ കിട്ടുന്ന ജോബ്സ് ആണ്. കമ്പനികളെല്ലാം ഡാറ്റാസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിന് നല്ല സ്കോപ്പ് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അടുത്തത് എന്നത്തെയും പോലെ എഞ്ചിനീയറിംഗ് ഫീൽഡ്. ഇതിന്റെ ഡിമാൻഡ് കുറയുന്നേയില്ല. പ്രത്യേകിച്ചും ന്യൂസിലൻഡിൽ ഈ ഫീൽഡിൽ വളരെ ഡിമാൻഡുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്ത സെക്ഷനാണ് മെക്കട്രോണിക്സ്. പല യൂണിവേഴ്സിറ്റികളിലും മെക്കട്രോണിക്സിന്റെ ഡിപ്ലോമകൾ കാണാം. അപ്പോൾ ആ ഫീൽഡിൽ ഒരു ഡിഗ്രി എടുക്കാനായിട്ട് നോക്കുക. ഭാവിയിൽ PR എടുക്കാൻ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരുന്നവർക്ക് ഇതുപോലുള്ള ഹൈ ലെവലിലുള്ള കോഴ്സായിരിക്കണം വേണ്ടത്. ഡിഗ്രി ലെവലും അതിന് മുകളിലേക്കുള്ള കോഴ്സുകൾ. ഇപ്പോൾ ഇവിടുത്തെ കാര്യം ഞാൻ പറയാട്ടോ, ന്യൂസിലൻഡിൽ കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഇവിടെ നേരത്തെ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ പല ബിൽഡിങ്സ് ഒക്കെ ഇവിടെ തകർന്നു പോയി. അതൊക്കെ ഇപ്പോൾ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 100-150 വർഷങ്ങളൊക്കെ പഴക്കമുള്ള വീടുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ വീടുകളൊക്കെ പുതിയ കൺസ്ട്രക്ഷൻ കമ്പനീസ് വിലയ്ക്ക് വാങ്ങിയിട്ട് ഒരു വീടിരിക്കുന്ന സ്ഥാനത്ത് 4-5 ടൗൺ ഹൗസുകൾ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും കൺസ്ട്രക്ഷൻ വളരെ ബിസി ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങിന് സ്കോപ്പ് വളരെ കൂടുതലാണ്. അത് ചില രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യം എനിക്കറിയില്ല. ന്യൂസിലൻഡിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഈ സിവിൽ എഞ്ചിനീയേഴ്സിന് ഡിമാൻഡ് വളരെ കൂടുതലാണ്. ക്വാണ്ടിറ്റി സർവേയർ എന്നുള്ളൊരു ജോബിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ അതിന് ക്വാണ്ടിറ്റി സർവേയിങ്ങിൻ്റെ ഒരു ഡിഗ്രി എടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള മറ്റൊരു ജോബാണ് അത്. കെട്ടിടങ്ങളെല്ലാം പണിയാനായിട്ട് അതിൽ ക്വാണ്ടിറ്റി സർവേ ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ നഴ്സിംഗ് ആണ് അടുത്ത ഫീൽഡ്. ഈ ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ നഴ്സിംഗിൽ ഉള്ള ജോബ്സ് ഒരിക്കലും തന്നെ AI വന്നു എന്ന് വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ ഭാവിയിൽ നമ്മൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഒരിക്കലും ജോലി നഷ്ടപ്പെടാത്ത ഒരു കോഴ്സായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ നഴ്സിംഗ് ജോബ്സിന് എന്നും ഡിമാൻഡ് കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ നഴ്സസിനെയൊക്കെ വളരെ കുറച്ച് അപ്പോയിന്റ് ചെയ്യുന്നുള്ളെങ്കിലും മറ്റു പല രാജ്യങ്ങളിലേക്കും നഴ്സസിന് ഡിമാൻഡ് ഉണ്ട്. ഇനി അടുത്തത് ലാബ് ടെക്നീഷ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബാണ് ലാബ് ടെക്നീഷ്യൻ. അപ്പോൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളൊക്കെ പാസ്സായവർക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടും. ഭാവിയിൽ ഒരിക്കലും അവർക്ക് ജോലി നഷ്ടപ്പെടാൻ പോകുന്നില്ല. നെക്സ്റ്റ് ഫിസിയോതെറാപ്പിയാണ്. നമ്മുടെ കൈയിനോ കാലിനോ ഒക്കെ എല്ലിനൊക്കെ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്താണ് ആദ്യം വിടുക. ഹൈ സാലറിയുള്ള ജോബാണ് കേട്ടോ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് വെച്ചാൽ. ഒരു മണിക്കൂറിന് $45 ആയിരിക്കും നമ്മളോട് ACC ഉള്ളവരോട് വാങ്ങുക. ബാക്കി അവർക്ക് ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ അവരുടെ ഒരു അപ്പോയിൻമെൻറ്റ് തന്നെ $100 അടുത്ത് വരും. അത് ഏകദേശം ഒരു 10-15 മിനിറ്റിനാണ് ഈ $100 ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഹൈലി പേയിങ് ജോബാണ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റേത്. ഹെൽത്ത് കെയർ ഫീൽഡിൽ വളരെ ഡിമാൻഡുള്ള ജോബ്സാണുള്ളത്. അപ്പോൾ ഒരിക്കലും ആ ജോബ്സ് നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇപ്പോൾ ന്യൂസിലൻഡിലാണെങ്കിൽ ഇവിടെ ഏജ്ഡായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നത് തന്നെ സ്റ്റേറ്റാണ്. അപ്പോൾ അവർക്ക് സാലറി പലർക്കും കൊടുക്കുന്നത് സ്റ്റേറ്റ് തന്നെയാണ്.
അപ്പോൾ അത് ആ ജോബ് ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഒരുപാട് കെയർ സെൻറ്റേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ കെയർ സെൻറ്റേഴ്സിലൊക്കെയും തന്നെ ജോലിക്കാരെ എപ്പോഴും ആവശ്യമുണ്ട്. മറ്റൊന്ന് സോളാർ ഫീൽഡിലാണ്. സോളാർ എഞ്ചിനീയേഴ്സിന് ഇമ്പോർട്ടൻസ് കൂടി വരുന്നു. ഇനി ഇലക്ട്രിസിറ്റിക്ക് വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ വർഷം ചെല്ലുന്തോറും. ഇപ്പോൾ 2015 കഴിഞ്ഞപ്പോഴേ 2016 എല്ലാ പവർ കമ്പനീസും ഇലക്ട്രിസിറ്റിക്ക് വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോളാർ എഞ്ചിനീയറിങ്ങിലും വളരെ സ്കോപ്പുള്ളതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ സോളാർ എനർജിയെ സംബന്ധിച്ച കോഴ്സുകളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരു സമയത്ത് MBAക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ലേ, ബിസിനസ് മാനേജ്മെൻറ്റ്. ഈ ബിസിനസ് മാനേജ്മെൻറ്റിന് ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള വഴിയിലൂടെ പോകണമെന്ന് മാത്രം. ബിസിനസ് അനലിറ്റിക്സ്, ഫിനാൻസ് ഈ രംഗങ്ങളിലാണ് കൂടുതൽ ജോലി സാധ്യത ഉള്ളത്. ഇന്നിപ്പോൾ എല്ലാ കമ്പനീസും ഡാറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസാണ് എടുക്കുന്നത്. ബിസിനസ് അനലിറ്റിക്സിന് ഡിമാൻഡ് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ആ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി അടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഇന്ന് ഓൺലൈൻ ബിസിനസ്സൊക്കെ ഓരോ ദിവസം ചെല്ലുന്തോറും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അതുപോലെ IT പഠിക്കുന്നവർ ശ്രദ്ധിക്കുക. ITയോടൊപ്പം തന്നെ കോഡിംഗ് പഠിക്കാനായിട്ട് നോക്കുക. എക്സൽ, പൈത്തോൺ, പവർ BI എന്നിവയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള കോഴ്സുകളൊക്കെ ചെയ്യാനായിട്ട് എല്ലാവരും നോക്കുക കേട്ടോ. എന്തെങ്കിലും കോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് പഠിച്ച് പോവുകയല്ല വേണ്ടത്. ഏത് കോഴ്സ് ചെയ്താലും ജോലി കിട്ടും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കുറച്ചുകൂടി നല്ല ഓപ്ഷൻസ് നോക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ ഇനി ഡിഗ്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഡിഗ്രി എടുക്കാനായിട്ട് നോക്കുക. നാട്ടിൽ കൂടുതൽ തുക ക്യാപിറ്റേഷനൊക്കെ കൊടുത്ത് അഡ്മിഷനൊക്കെ വാങ്ങുന്നതിനേക്കാൾ ഭേദം ഇൻ്റർനാഷണൽ ക്വാളിഫിക്കേഷൻ നേടാനായിട്ട് നോക്കുകയാണ് നല്ലത്. കുറച്ചുകൂടി കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ വന്ന് ഫോറിൻ സ്റ്റഡി നടത്തി ഒരു ഇൻ്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നേടാനായിട്ട് സാധിക്കും. ഏത് രാജ്യത്ത് ചെന്നാലും നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടും. അപ്പോൾ സ്റ്റുഡൻസ് വളരെ കെയർഫുള്ളായിട്ട് കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുക. ഞാൻ ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ പലർക്കും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവർ ജോലി നോക്കുമ്പോൾ താഴെയുള്ള ജോബ്സാണ് കിട്ടുന്നത്. അപ്പോൾ അവർ അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ജോബ്സ് നോക്കിയിരിക്കുന്നവർക്ക് ജോലി കിട്ടുന്നേ ഇല്ല. ഇപ്പോൾ ഇവിടെ ജോലി നഷ്ടപ്പെടാത്തത് നഴ്സസിന് മാത്രമേ ഉള്ളൂ. ആ നഴ്സസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വി നീഡ് നഴ്സസ് എന്നുള്ള ഒരു ബോർഡ് കണ്ടു. അതായത് നഴ്സസിന് അവിടെ ഇപ്പോഴും ഡിമാൻഡ് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് ആലോചിച്ചിട്ട് കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. ഒപ്പം തന്നെ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്റ്റഡി വിസ എടുത്ത് ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് നോക്കുക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജൻസികളിലൊക്കെ ചെന്ന് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അത് യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ഏജൻസി ഏതൊക്കെയാണെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവർ വഴിയായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്. ഏജൻസികൾക്ക് കൊടുക്കുന്ന പണം ലാഭിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്വയം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണ്ട. ഏജൻസികൾക്ക് പണം കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ നമ്മളവർക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൊടുക്കുന്ന ഫീസിൽ നിന്നായിരിക്കും ഏജൻസികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണം അവിടെ ചെന്ന് വിശദമായിട്ട് ഒരു ഏജൻസിയോടല്ല 2 or 3 ഏജൻസികളിലൊക്കെ ചെന്ന് കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്റ്റഡി വിസ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക. ഇന്ന് ഞാനിവിടെ ഒരു ജോബ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരെല്ലാം സ്പോൺസേർഡ് ജോബ്സിന് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. ഒരുപാട് നാളായിട്ട് ഒരേ CV ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പുതിയ ഒരു ATS ഫ്രണ്ട്ലി CV ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ വിൻ്റർ തുടങ്ങാറായിട്ടോ. നല്ല തണുപ്പാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെറിയ മഴയും നല്ല തണുപ്പാണ്. മൈനസിലേക്ക് പോയിട്ടില്ല. ഇനി അടുത്ത സമ്മർ വരെ ഭയങ്കര തണുപ്പായിരിക്കും. ഇപ്പൊ നല്ല വെയിലുണ്ട്. പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ കാണാം നമുക്ക്. പക്ഷേ ഭയങ്കര തണുപ്പാണ്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുറത്ത് കണ്ടോ, നല്ല സണ്ണി ആയിട്ടുള്ള ദിവസമാണ്. നല്ല വെയിലുണ്ട്. അകത്തേക്ക് ചൂടും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ see you. Bye.